Adiradi movie, written by Arun Anirudhan and Paulson Scaria, directed by Arun Anirudhan itself. പടത്തിൻ്റെ പേര് അതിരടി എന്നാണ്, പക്ഷെ പടം അത്ര അതിരടിയാണോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം പറയാൻ. ട്രെയിലർ എല്ലാവരും കണ്ടു കാണുമല്ലോ. കോളേജ് ക്യാമ്പസ് സ്റ്റോറിയാണ്. ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ്, റിയ ഷിബു, പിന്നെ സറീൻ, അങ്ങനെ കുറേ ആക്ടേഴ്സ് ഉണ്ട്. ബേസിൽ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഉണ്ട്. ടൊവിനോ വില്ലനാണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഡെലൂലു. പടം ഓക്കെ ആണ്. ചിലപ്പോൾ ക്യാമ്പസ് ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നവർക്ക് മേ ബി കണക്റ്റഡ് ആവാം. കാരണം ഫുൾ ക്യാമ്പസ് കാര്യങ്ങളാണ്. പക്ഷേ നിങ്ങളെ ഒരു കാര്യം പറയാനുള്ളത്, ഇൻ്റർവ്യൂ കണ്ട് ഒരുപാട് ചിരിച്ച് കാണും എല്ലാവരും ബേസിലിൻ്റെ. ആ ചിരിയും കൊണ്ട് തിയേറ്ററിലേക്ക് വരരുത്. ആ ചിരി പടത്തിലില്ല. അത്രയും ചിരി പടത്തിലുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, പടത്തിൽ അത്രയും ചിരിക്കാനില്ല. ആ ചിരി പ്രതീക്ഷിച്ച് ആരും തിയേറ്ററിലേക്ക് വരുവും വേണ്ട, നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവും. ക്യാമ്പസ് തന്നെയാണ് പ്രമേയം. ഓൾസോ ഇതിൻ്റെ ത്രെഡ് എനിക്ക് തോന്നുന്ന ഒരു റിയൽ സ്റ്റോറിയിൽ നിന്ന് എടുത്തതാണെന്നാണ് എനിക്ക് പടം കണ്ടപ്പോൾ മനസ്സിലായത്. അത് ഇനി ഇതിൻ്റെ റൈറ്റേഴ്സാണ് പറയേണ്ടത്. ഫസ്റ്റ് ഹാഫ് ഓക്കെ ആണ്, പക്ഷേ ചളി കോമഡിയും കുറേ കാര്യങ്ങളുമാണ്. പക്ഷേ എനിക്ക് ബേസിക്കലി ഏറ്റവും ഇഷ്ടപ്പെട്ടത് എല്ലാവരും വന്നു കഴിയുമ്പോഴാണ്. അതായത് ബേസിൽ, ടൊവിനോ, വിനീത് ശ്രീനിവാസൻ, പിന്നെ ഷാൻ റഹ്മാൻ, എല്ലാവരുടെയും എൻട്രി കഴിഞ്ഞിട്ട് പിന്നെയുള്ള സീൻസാണ് ഇതിലേറ്റവും നല്ല രസകരമായ അടിപൊളി കാര്യങ്ങൾ പടത്തിൽ വരുന്നത്. ടൊവിനോ കോമഡി പ്ലസ് മാസാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷേ ടൊവിനോനെ കോമഡി ആക്കി കളഞ്ഞു എന്നുള്ളത് നിങ്ങൾ പടം കണ്ടിട്ട് പറയൂ. കാരണം എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്. മാസ് സീൻസ് ഉണ്ട്, 1-2 മാസ് സീൻസും നടത്തങ്ങളും ടൊവിനോടെ ഉണ്ട്. പക്ഷെ ഓവറോൾ ടൊവിനോനെ ഒരു കോമഡി കഥാപാത്രമാക്കി എന്നുള്ള രീതിയാണ് എനിക്ക് ബേസിക്കലി തോന്നിയത്. പിന്നെ സറീൻ കുറച്ച് സീൻസേ ഉള്ളൂ. ഡെലൂലു, റിയ ഷിബു, എനിക്കൊന്ന് ആ സർവമ്മയുടെ അതേ മീറ്റർ തന്നെയാണ് ഇതിലും പിടിച്ചിരിക്കുന്നത്. അത്രയും ഡയലോഗ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ത്രൂ ഔട്ട് പ്രസൻസ് ഉണ്ട് ഡെലൂലൂടെ, പക്ഷേ ഡയലോഗ്സ് എനിക്ക് തോന്നുന്നു ആകെ കുറച്ച് ഡയലോഗ്സ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഡയറക്ടർ അരുൺ അനിരുദ്ധൻ ഫേമസ് ആണ്. മിന്നൽ മുരളിയുടെ കോ റൈറ്ററാണ്. ആൻഡ് ഓൾസോ പടയോട്ടത്തും മൂവിയുടെ. അതേപോലെ പോൾസൺ സ്കറിയ കാതലിൻ്റെ കോ റൈറ്ററാണ്. എനിക്ക് തോന്നിയത് കോമഡി കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എഡിറ്റിങ്ങിൽ എന്തോ പ്രശ്നമുള്ളതായിട്ടാണ് എനിക്ക് ഫസ്റ്റ് ഹാഫിൽ തോന്നുന്നത്. കുറേ സീൻസ് ഒന്നും അങ്ങനെ കണ്ടിന്യൂറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ബേസിക്കലി എല്ലാം കട്ട് ചെയ്ത് പെട്ടെന്ന് ഫ്രെയിംസ് ഇങ്ങനെ മാറിപ്പോകുന്നത് പോലെയാണ് കണ്ടത്. അത് ഇനി എൻ്റെ കുഴപ്പമാണോ അതോ എഡിറ്റിങ്ങിൽ എന്തെങ്കിലും അങ്ങനെയാണോ എന്നുള്ളത്, കണ്ടിന്യൂറ്റി ഒരു പ്രശ്നമായിട്ട് എനിക്ക് ഫസ്റ്റ് ഹാഫിൽ തോന്നി. സെക്കൻഡ് ഹാഫ് ഓക്കെയാണ്, എല്ലാം ഓക്കെ. പക്ഷെ ഫസ്റ്റ് ഹാഫിൽ ഫ്രെയിംസ് പെട്ടെന്ന് മാറുന്ന പോലെയാണ് തോന്നിയത്. ആൻഡ് നിങ്ങൾ കണ്ടിട്ട് പറയൂ. കാരണം ക്യാമ്പസ് മനസ്സിൽ കൊണ്ട് നടക്കുന്നവർക്ക് എന്തായാലും കണക്റ്റഡ് ആവും. കാരണം ഫുൾ ക്യാമ്പസ് സംഭവങ്ങളാണ്. പക്ഷെ അത് അല്ലാത്തവർക്ക് കണക്റ്റ് ആവുമോ എന്ന് ചോദിച്ചാൽ അത് ഡൗട്ട്ഫുള്ളാണ്. ഓക്കെ കണ്ടോളൂ. ആൻഡ് ഇതിൽ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയത് ഒരു ക്യാമിയോ റോളിനാണ്. അത് നിങ്ങൾ തിയേറ്ററിൽ നിന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ഒരു ക്യാമിയോ റോൾ ഇതിനകത്തുണ്ട്. ആൻഡ് പുള്ളിക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയിരിക്കുന്നത്. അതെന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ അറിയും. ആൻഡ് ഓക്കെ, കാണാം. 1 ടൈം വാച്ചാണ്. ചളി ചിലപ്പോൾ തോന്നിയേക്കാം, ബട്ട് ഓക്കെ ആണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. മേ ബി എബോ ആവറേജ് ഓർ ആവറേജ് ആ രീതിയിൽ നിങ്ങളും കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയും. താങ്ക് യു.